Lenora. Lenora is different from others. Years of perfect stitching experience. Lenora linen, cotton cloth and stitching. Pandikad Road, Vandoor. നിലമ്പൂർ ബൈപ്പാസ് യാഥാർത്ഥ്യമാകുമോ എന്ന കാര്യത്തിൽ ഉറ്റുനോക്കി നിലമ്പൂർ ബൈപ്പാസിനായി സംസ്ഥാന സർക്കാർ 217.18 കോടി രൂപ അനുവദിക്കുകയും ധനകാര്യ വകുപ്പ് അതിന് ഫണ്ട് മാറ്റിവെക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലും നടപടിക്രമങ്ങൾ ഉടൻ ആരംഭിക്കുമോ എന്നാണ് നിലമ്പൂരിലെ ജനങ്ങൾ ഉറ്റുനോക്കുന്നത്. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിലെ പ്രധാന തെരഞ്ഞെടുപ്പ് വിഷയങ്ങളിലൊന്ന് നിലമ്പൂർ ബൈപ്പാസ് നിർമ്മാണം വൈകുന്നത് സംബന്ധിച്ചായിരുന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി ആര്യടൻ ഷൌക്കത്ത് മിന്നും വിജയം നേടിയ സാഹചര്യത്തിൽ ഇക്കാര്യത്തിൽ സംസ്ഥാനം ഭരിക്കുന്ന LDF സർക്കാർ സ്വീകരിക്കുന്ന നിലപാടും നിർണായകമാണ്. കേവലം 10 മാസത്തിന് താഴെ മാത്രമാണ് ഈ നിയമസഭയുടെ കാലാവധി. അതിനുള്ളിൽ ബൈപ്പാസിനായി ഭൂമി വിട്ടു നൽകിയവർക്ക് അവരുടെ അക്കൌണ്ടിലേക്ക് പണം എത്തണം. ഇതിനുശേഷം ബൈപ്പാസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ടെൻഡർ നടപടികൾ ഉൾപ്പെടെ പൂർത്തീകരിക്കണം. സംസ്ഥാന സർക്കാരും നിലമ്പൂർ MLAയും ഒറ്റക്കെട്ടായി നിന്നാൽ മാത്രമേ ബൈപ്പാസ് നിർമ്മാണം ആരംഭിക്കാൻ കഴിയൂ. ഈ ഉപതെരഞ്ഞെടുപ്പ് സമയത്തും പൊതുജനങ്ങൾ ഏറ്റവും പ്രയാസപ്പെട്ടത് നിലമ്പൂർ KNG റോഡിലെ ഗതാഗതക്കുരുക്ക് കാരണമായിരുന്നു. പാർട്ടികളുടെ റാലികൾക്ക് റോഡ് ഷോകളടക്കം മണിക്കൂറുകളുടെ ഗതാഗതക്കുരുക്കായിരുന്നു ദിവസവും സംഭവിച്ചുകൊണ്ടിരുന്നത്. നിലമ്പൂരിലായതിനാൽ തന്നെ പരിഹാരമുണ്ടാകേണ്ട പ്രധാന വിഷയങ്ങളിലൊന്ന് നിലമ്പൂർ ബൈപ്പാസ് തന്നെയാണ്. 1996 മുതൽ തുടങ്ങിയ നിലമ്പൂർ ബൈപ്പാസ് 2025ന്റെ മധ്യഘട്ടത്തിലും എവിടെയും എത്തിയിട്ടില്ല. നിലമ്പൂരിന്റെ വികസനത്തിന് നിലമ്പൂർ ബൈപ്പാസ് അനിവാര്യമാണ്. അതിനാൽ തന്നെ രാഷ്ട്രീയ ഭിന്നതകൾ മാറ്റിവെച്ച ഈ വർഷം തന്നെ നിലമ്പൂർ ബൈപ്പാസിന്റെ നിർമ്മാണം തുടങ്ങാൻ ഭരണ പ്രതിപക്ഷ നേതാക്കൾ ഒറ്റക്കെട്ടായി ശ്രമിക്കണം. ഇനിയെങ്കിലും നിലമ്പൂർ ബൈപ്പാസ് യാഥാർത്ഥ്യമാവാൻ കാലതാമസം വരുത്തരുതെന്നാണ് ജനങ്ങൾക്ക് ഒറ്റക്കെട്ടായി പറയാനുള്ളത്. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ.